മുടിയിലെ നര മാറ്റാൻ ഇതിലും വലിയ മാർഗം സ്വപ്നത്തിൽ മാത്രം. മുടിയിലെ നര മാറ്റാൻ ഈ ഒരു ഹെയർ ഷാമ്പു നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. മുടിയിലെ നര പൂർണ്ണമായിട്ടും വേരിൽ നിന്ന് തന്നെ കറുക്കുന്നതാണ്. തുടക്കത്തിൽ തന്നെ ലൈവ് ചേഞ്ചസ് ഞാൻ കാണിച്ചിട്ടാണ് കാര്യത്തിലേക്ക് പോകുന്നത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും നമുക്ക് സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു സ്റ്റീൽ ബൗൾ തന്നെ നമുക്ക് വേണം. സ്റ്റീൽ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുടിയുടെ അളവിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് വേണ്ടത്. നോർമൽ ഹെയറിനുള്ള അളവാണ് ഞാനിവിടെ എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം. ഇപ്പം ലോങ് ഹെയറിനാകുമ്പോൾ അളവ് നിങ്ങൾ കൂട്ടിയെടുക്കാനായിട്ട് നോക്കണം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ സാധാരണ കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കോഫി പൗഡർ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കണം. ചെറിയ രീതിയിൽ കട്ട ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് ഇളക്കി കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഹെയർ കളർ ആണ് വേണ്ടത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു കമ്പനി നമുക്ക് നാട്ടിൽ കിട്ടണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് ഗോദ്റേജ് ആണോ എക്സെട്ര ഏത് കമ്പനിയുടെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇത് ഹെയർ കളർ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഹെയർ കളർ പൗഡർ എടുക്കാം. അതല്ലെങ്കിൽ ലിക്വിഡ് രീതിയിലുള്ളത് വേണമെങ്കിലും എടുക്കാം. ഏതാണോ നിങ്ങൾക്ക് അതെടുക്കാം. ഇത് മൊത്തം വേണ്ട, ഇതിൻ്റെ പകുതി മതിയാകും നോർമൽ ഹെയറിനാകുമ്പോൾ. ലോങ് ഹെയറിനാകുമ്പോൾ മുഴുവൻ എടുക്കേണ്ടി വരും കേട്ടോ. നിങ്ങളിപ്പം നിങ്ങളുടെ മുടിയുടെ നിങ്ങളിപ്പോൾ പലരും ചെയ്തിട്ടുണ്ടായിരിക്കും ഹെയർ കളർ. അത് ഏതാണ് നിങ്ങളുടെ കംഫർട്ടബിൾ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പൗഡർ രീതിയിലുള്ളത് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ലിക്വിഡ് ആകുമ്പോൾ അതിനകത്ത് കൂടുതലും ഓവർ കെമിക്കൽസ് ഒക്കെ കൂടുതലായിട്ട് ചേർക്കും. അപ്പം പൗഡർ രീതിയിലുള്ളതാകുമ്പോൾ അധികമായിട്ട് കെമിക്കൽസിൻ്റെ അളവൊക്കെ കുറവാണ്. എൻ്റെ അറിവിലാണ് ഞാൻ പറയുന്നത്. എനിക്കധികം കാരണം ഞാൻ പഠിച്ച അറിവുകളിലാണ് പറയുന്നത്. കാരണം പൗഡർ രീതിയിലുള്ളതിനകത്ത് കെമിക്കലിൻ്റെ അളവ് വളരെ കുറവായിട്ടാണ് പഠിച്ചിട്ടുള്ളത് ഞാൻ. അങ്ങനെ ആ ഒരു പൊടിയുടെ പകുതിയോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മുടിയുടെ അളവിനനുസരിച്ചുള്ള വേറൊരു കാര്യം കൂടി വേണം. പൊടി ചേർത്തതിന് ശേഷം എന്തായാലും നമുക്കിതൊന്ന് മിക്സ് ആക്കണ്ടേ. എന്തായാലും ഞാൻ മിക്സ് ആക്കി കൊടുക്കട്ടെ. അങ്ങനെ നമ്മുടെ കോഫി പൗഡറും പിന്നെ നമ്മുടെ നേരത്തെ ചേർത്ത ആ ഒരു ഡൈയുടെ ആ ഒരു പൗഡറും കൂടി നല്ലപോലെ മിക്സ് ആക്കി. പിന്നെ നിങ്ങൾ ലിക്വിഡ് ഡൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് നോർമൽ ഷാമ്പു ആണ് വേണ്ടത്. കണ്ടീഷണർ ഉപയോഗിക്കാൻ പാടില്ല. നോർമൽ ഷാമ്പു വേണം എടുക്കാനായിട്ട്. അതും വീര്യം കുറഞ്ഞത് എടുക്കണം. ലോറിയലിൻ്റെ ഷാമ്പു ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും നോർമൽ ഷാമ്പു. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കണം. മിക്സ് ആകുമ്പോഴത്തേക്ക് ഇത് നല്ല പോലെ എല്ലാം കൂടി മിക്സാക്കി കിട്ടുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് മറ്റുള്ള ഒരു വെള്ളമോ ഒന്നും തന്നെ ചേർക്കാൻ പാടില്ല. ഇപ്പം നിങ്ങൾ ലിക്വിഡ് ഡൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഷാമ്പു എടുക്കുന്നതിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതിയാകും. മിക്സ് ആക്കുമ്പോൾ നല്ല പോലെ മിക്സായി കിട്ടും. ഷാമ്പു എല്ലാം കൂടി നല്ല പോലെ മിക്സാക്കി കിട്ടണം. ഇനി ഇത് നമ്മൾ മുടിയിൽ തേക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കണം. ചെറുതായിട്ട് കട്ട പിടിച്ചിരിക്കും. കാരണം കോഫി പൗഡറല്ലേ ഓൾറെഡി. അപ്പോൾ ചെറിയ രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മുടിയിലേക്ക് നമുക്കിത് തേക്കാവുന്നതാണ്. മുടി തേക്കുന്ന സമയത്ത് നമ്മുടെ മുടിയിൽ മറ്റുള്ള ഓയിൽ മയമോ ഇരുന്നാലൊന്നും പ്രശ്നമൊന്നുമില്ല. മുടിയിലേക്ക് നമുക്ക് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. നിങ്ങൾ മുടിയിലെ ആ ഒരു നര നിങ്ങൾ കണ്ടോ? എന്തുമാത്രം നരയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വീഡിയോ ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് അത്രയും ഇതായിട്ട് കാണാൻ സാധിക്കില്ല. നേരത്തെ ഞാൻ ചെയ്ത സമയത്ത് ഇതിലും കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ മാറി വരുന്നുണ്ട്. അത് കറുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലും കൂടുതലായിരുന്നു മുടിയിലെ നര. ഇപ്പോൾ കുറേയൊക്കെ മാറി വരുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിലും വരുന്നുണ്ട്. അതെന്തായാലും ഞാനിവിടെ പഴയ ഒരു പല്ല് തേച്ച ഒരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡൈ ഇടുന്നത്. ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഹെയർ ഡൈ ഷാമ്പു തേച്ച് പിടിപ്പിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാരണ ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇത്രയും എടുത്തിട്ട് ഇതേപോലെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ മുടിയിൽ ഹെയർ ഡൈ ഷാമ്പു ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റുള്ള ഒരു ദോഷങ്ങളും ഉണ്ടാവില്ല. റൂട്ടിൽ പറ്റാതെ വേണം നമ്മൾ ഇടാനായിട്ട്. ചെറിയ രീതിയിൽ പതുക്കെ വേണം ഇട്ട് കൊടുക്കാൻ. വെളുപ്രാളം പിടിച്ചിട്ട് ഇടാൻ പാടില്ല. നമ്മുടെ മുഖത്തോ വല്ലതും വീണ അവിടെ കറുത്ത് പോകുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നല്ല പോലെ കറുക്കും. പിന്നീട് ഒരു രീതിയിലും മുടിയിലെ നര തിരിച്ചു വരുത്തുക പോലും ചെയ്യില്ല. നിങ്ങൾക്കിപ്പം 3 മാസം അല്ലെങ്കിൽ 4 മാസം ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡൈ ഷാമ്പു ഉപയോഗിക്കാവുന്നതാണ്. ഡെയിലി ഉപയോഗിക്കണം എന്നൊന്നുമില്ല. നിങ്ങളുടെ മുടി ഈ ഒരു ഹെയർ ഡൈ ഷാമ്പു ഉപയോഗിച്ചതിന് ശേഷം മുടിയുടെ ആ ഒരു കറുപ്പ് നിങ്ങളെപ്പോലും ഞെട്ടിക്കും. ഞാനിവിടെ ലൈവായിട്ട് തന്നെ റിസൾട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടോ? റൂട്ടിൽ ഒരു രീതിയിലും പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. റൂട്ടിൽ പറ്റാതെ വേണം ഇടാനായിട്ട്. ഇത് കണ്ടോ? ചെറിയ രീതിയിൽ നമ്മൾ ഇതിനെ തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി. ഈ ഒരു ഡൈ ഷാമ്പു നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ മുടിയിലുണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങളെപ്പോലും ഞെട്ടിക്കും. എത്ര വലിയ കെമിക്കൽ ഡൈകൾ തേച്ചാൽ പോലും കിട്ടാത്ത
റിസൾട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിലും നമ്മളുടെ ഉപയോഗിച്ച ഡൈ ഒരു ക്രീം ആണെങ്കിലും ഞാനിവിടെ ഡൈ പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഡൈ ക്രീം ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഡൈ പൗഡർ ആണെങ്കിലും ഒക്കെ നമ്മുടെ മുടിക്ക് മറ്റുള്ള ഒരു രീതിയിലും ദോഷങ്ങൾ വരുത്താത്ത രീതിയിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ കഴുകാൻ പാടില്ല. ഒരു 2-3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. 1-2 മിനിറ്റിന് ശേഷം നമ്മൾ കഴുകുമ്പോൾ കാണാം മുടിയിലുണ്ടാകുന്ന വ്യത്യാസം. നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി. ഓൾറെഡി ഇതിൽ ഷാമ്പു ഉണ്ട്. മറ്റുള്ള ഷാമ്പു ഒന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. മുടി കഴുകുമ്പോൾ തന്നെ ആ ഒരു മുടിയുടെ ആ ഒരു സോഫ്റ്റ്നെസ്സും മുടിയുടെ ആ ഒരു ബ്ലാക്ക്നെസ്സും കണ്ട് നിങ്ങൾ ഞെട്ടും. എന്തായാലും എൻ്റെ കൈയും കൂടി ഞാൻ കാണിച്ചു തരാം. തേച്ചപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പറ്റിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ, നല്ല പോലെ കറുത്തിട്ടുണ്ട്. ഈ ഒരു കറുപ്പ് എനിക്ക് 3-4 ദിവസം എൻ്റെ കയ്യിലിരുന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മുടിക്ക് എന്തുമാത്രം ദിവസം ആ കറുപ്പ് ഇരിക്കുമെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ എന്തെല്ലാം ചെയ്തിട്ട് പോലും എൻ്റെ കയ്യിൽ നിന്ന് കറുപ്പ് പോയിട്ടില്ലായിരുന്നു. പിന്നീട് പതിയാണ് എനിക്ക് പോയത്. എണ്ണ തേച്ച് നോക്കി, പിന്നെ മണ്ണെണ്ണ തേച്ച് നോക്കി, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പോലും എനിക്ക് പോയിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പം മീശയുടെ ഭാഗത്ത്, താടിയുടെ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. സ്കിന്നിനൊന്നും ദോഷം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഞാൻ ഈ നമ്മുടെ പല്ല് തേക്കുന്ന ബ്രഷ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ സാധാരണ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിലും ചെയ്യാം. ഈ പല്ല് തേക്കുന്ന ബ്രഷ് വെച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു കംഫർട്ടബിളായ രീതിയിൽ നമുക്ക് ഇടാൻ സാധിക്കും. അതുകൊണ്ടാണ് പല്ല് തേക്കുന്ന ബ്രഷ് വെച്ച് ഉപയോഗിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. മറ്റ് ബ്രഷ് ആകുമ്പോൾ നമുക്ക് ഒരു കംഫർട്ടബിൾ രീതിയിൽ ഇടാൻ സാധിക്കും. ചിലർക്ക് പറ്റുമായിരിക്കും, എനിക്ക് അത് പറ്റില്ല. ഞാൻ അങ്ങനെ 3 മിനിറ്റിന് ശേഷം കഴുകിയിട്ടുള്ള ആ ഒരു കളറാണ് നിങ്ങളെ കാണിക്കുന്നത്. പ്യുവർ ബ്ലാക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, പ്യുവർ ബ്ലാക്ക്. നേരത്തേതിനെക്കാട്ടിലും എന്തുമാത്രം ചേഞ്ചസ് ഉണ്ടെന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ചില ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ തലവേദന വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നിങ്ങളിപ്പം ഡെയിലി എണ്ണ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഉച്ചയുടെ ഭാഗത്ത് മാത്രമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഫുള്ളായിട്ട് തേക്കേണ്ട. കാരണം കുറച്ചും കൂടി നമ്മുടെ ആ മുടിയിലിരിക്കുന്ന അതിൻ്റെ ആ മുടിക്കൊക്കെ നല്ലോണം ഒന്ന് പിടിക്കാനും കൂടിയാണ് മുടി ഫുള്ളായിട്ട് തേക്കേണ്ട എന്ന് പറഞ്ഞത്. നമ്മുടെ ഉച്ചയുടെ ഭാഗത്ത് നിങ്ങൾ തേക്കുന്ന എണ്ണ തേച്ച് പിടിപ്പിച്ച് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് വിട്ടാൽ മതി. ഇത് കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, വേരിൽ നിന്ന് തന്നെയാണ് മുടി കറുത്തേക്കുന്നത്. ഞാനിത് പലപ്പോഴായിട്ട് പാർലറിൽ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഷോക്ക് ആവാത്തത്. നിങ്ങളും നിങ്ങളുടെ മുടി തേച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു റിസൾട്ട് കണ്ട് ഷോക്കാകും. അടിപൊളിയാണ് സംഭവം. ഞാനിവിടെ പാരച്യൂട്ടിൻ്റെ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. കുറച്ചെടുത്തിട്ട് ഇത് കണ്ടോ, ഉച്ചയുടെ ഭാഗത്ത് തേച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ചാൽ മതി. സംഭവം കിടുവാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. നിങ്ങളുടെ മുടിക്ക് നരം മാറ്റാൻ ഇതിലും വലിയ മാർഗ്ഗം സ്വപ്നത്തിലാണ്. ചെയ്തിട്ട് എന്തായാലും എന്നോട് റിസൾട്ട് വന്ന് പറയാനായിട്ട് മറക്കല്ലേ. നിങ്ങൾക്ക് മുടിക്ക് ഒരു രീതിയിലും ദോഷമുണ്ടാവില്ല. എന്തായാലും ചെയ്തിട്ട് റിസൾട്ട് പറയണേ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ.